അപ്പോൾ ഗൈസ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഈ റീൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. ആ ഒരു റീലിനെക്കാട്ടിലും ട്രെൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക്കാണ്, ആ ഒരു ചിറാപുഞ്ചി എന്നുള്ള ആ ഒരു മ്യൂസിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു മ്യൂസിക് വെച്ചിട്ടുള്ള ഒരു മൺസൂൺ ടൈമത്തെ ഒരു റീലിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ റീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നേരെ നമ്മൾ ട്യൂട്ടോറിയലിലേക്ക് കിടക്കുന്നതാണ്. അതിന് മുമ്പേ ജസ്റ്റ് ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ട് ട്യൂട്ടോറിയൽസാണ് കൂടുതലായിട്ട് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമായി കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി നേരെ ചെയ്തിട്ട് വെച്ചേക്കാം, ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനിവിടെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ട്, അപ്പോൾ ഞാനിവിടെ കുറച്ച് റാൻഡം ക്ലിപ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ സ്ഥലമാണ്. എൻ്റെ ഒന്നാമത് നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ 2 ദിവസമായിട്ട് ഗ്യാപ്പ് ആയിട്ടുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എൻ്റെ ഇതേപോലത്തെ മൺസൂൺ ആയിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് ലാഗായത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിന് ട്യൂട്ടോറിയൽ പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ CapCutക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് താഴത്തെ ടൂൾ ബോക്സിൽ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു മ്യൂസിക് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ റീലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ റീൽ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു റീല് നിങ്ങൾ ഇതിലേക്ക് ഓഡിയോ ആക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു റീലിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 26 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇതിലേക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ഇപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ഈ ഒരു ക്ലിപ്സുകൾക്കൊക്കെ നിങ്ങൾ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഈ ഒരു ഓഡിയോ നിങ്ങൾ ആഡ് ചെയ്യുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9 വീഡിയോ ക്ലിപ്സാണ് നമുക്ക് റീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തുള്ള ഈ ഒരു മ്യൂസിക്കിൽ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മ്യൂസിക്കിൻ്റെ ലെങ്ത് കൂട്ടിയാൽ മതി. ഫുൾ സോങ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ചിറാപുഞ്ചി എന്ന് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ക്ലിപ്സ് ആഡ് ചെയ്തു, മ്യൂസിക് ആഡ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ക്ലിപ്സും സെലക്ട് ചെയ്തിട്ട് സ്പീഡ് പോയിക്കാൻ നിങ്ങൾക്ക് നോർമലിലും പിന്നെ കർവിലും വെച്ചിട്ട് നിങ്ങൾക്ക് സ്ലോമോ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കർവിൽ വെച്ചിട്ടാണ് സ്ലോമോ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ക്ലിപ്സുകളൊക്കെ ജസ്റ്റ് ഒരു സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് പറയുന്നത്, ഇപ്പോൾ സ്ലോമോ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു മ്യൂസിക് ഇവിടെയാണ്. ക്ലിപ്സുകൾക്കൊക്കെ ഡ്യൂറേഷൻ കൂടിയപ്പോൾ ഭയങ്കര ലെങ്ത്തായി മാറി. ഇപ്പോൾ 1 മിനിറ്റിന് അപ്പുറമായിട്ടുണ്ട് ഡ്യൂറേഷൻ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഓരോ ക്ലിപ്പും സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മുടെ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റ് മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മ്യൂസിക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഒരു ബീറ്റ് മാർക്കൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് നോക്കിയാൽ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിക്കിൽ ഓരോ വേർഡ് വരുന്നുണ്ട്. ഇപ്പോൾ ചിറാപുഞ്ചി അങ്ങനെ ഓരോ വേർഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ വേർഡിൻ്റെ എൻഡിങ് ഭാഗത്തായിരിക്കും നമ്മുടെ ഓരോ വീഡിയോസ് നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, പോകേണ്ട കൂടൊരാളും ഒരു ഭാഗമായി. അപ്പോൾ നമ്മൾ അവിടെ സ്പ്ലിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ കാത്തു നിൽക്കാതെ എന്നുള്ളത് ഒരു വേർഡാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ഓരോ ക്ലിപ്പും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സുകൾ കറക്റ്റായിട്ട് ആ മ്യൂസിക്കിൻ്റെ വേർഡിന് അനുസരിച്ച് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്പീഡ് പോയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ ഗ്രാഫിലും പോയിട്ട് നിങ്ങൾ ആ ഒരു സ്പീഡ് ചെയ്തതൊക്കെ സ്മൂത്ത് സ്ലോമോയിലേക്ക് മാറ്റിയെടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസിനും കൊടുത്തിട്ടുള്ള സ്ലോമോ ഫുള്ള് സ്മൂത്താക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഇനി ചെയ്യണത് പറയുന്നത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 മോഡൽ
ഷെയ്ഡ് കൊടുക്കലാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഓവറിൽ ആഡ് ഓവർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് ഈ ഒരു വീഡിയോൻ്റെ മേലേക്ക് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ മാസ്ക് സെലക്ട് ചെയ്യുക. മാസ്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മിറർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻവെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ചെറിയ ബോക്സ് ആയിട്ടുള്ള ടൈപ്പ് റീൽസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല താഴത്തേക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ ഈ ലെയർ ഇങ്ങനെ അടിയിക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ എന്നിട്ട് ഒരു ഫോട്ടോ അടിയിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിഭാഗത്ത് മാത്രം ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും. എന്നിട്ട് ഇത് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴത്തെ ഒരു ബോക്സിലെ ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ട് ഒരു മൂടി ടൈപ്പ് ആയിട്ടുള്ള ഫിൽറ്റർ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലൊരു ബാഡ് ബണ്ണി എന്നുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഇത് കറക്റ്റ് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ഈ ഒരു ഫിൽറ്റർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വൈറ്റ് ബോക്സിൻ്റെ ഇടയ്ക്കും ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യലാണ്, ഒരു ബ്ലർഡ് ഷെയ്ക്ക് എഫക്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോവുക. വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ നൈറ്റ് ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയ്ക്ക് എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഞാൻ ചെയ്യുന്ന പോലെ ഈ ഏകദേശം ഈ ഒരു ലെവലിക്ക് നിങ്ങൾ ആ ഷെയ്ക്കിൻ്റെ ലെങ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് സ്പീഡ് ഒരു 8 ആക്കി കൊടുക്കുക. അതേപോലെ ഇൻറ്റൻസിറ്റിയും ഒരു 8-9 ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ആ വൈറ്റ് ബോക്സിൻ്റെ അടിയിലേക്ക് നിങ്ങൾ കറക്റ്റ് സെൻറ്റർ ആക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് റീപ്ലേസ് പോയിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ നിങ്ങൾക്ക് അവിടെ കാണാം ഒബ്ലിക്ക് ബ്ലർ എന്നുള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഒബ്ലിക്ക് എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒബ്ലിക്ക് ബ്ലർ. അപ്പോൾ അതിൽ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റ് പോയിട്ട് ആൾ വീഡിയോ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒബ്ലിക്ക് ബ്ലറിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിട്ട് ഈ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിൽ വന്നിട്ട് ബ്ലർ ഫുള്ളായിട്ട് കുറക്കുക. അതേപോലെ എൻഡിലും ബ്ലർ ഫുള്ളായിട്ട് കുറക്കുക. അപ്പോൾ നമുക്കൊരു ബ്ലർ ഷേക്ക് കിട്ടുന്നുണ്ടോ. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾ ഓരോ വീഡിയോൻ്റെ വൈറ്റ് ബോക്സിൻ്റെ അടിയിൽ നിങ്ങൾ ഈ ഒരു ബ്ലർഡ് ഷേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ വീഡിയോക്കും ആ ഒരു ബ്ലർ ഷേക്ക് എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ നമ്മളെ വീഡിയോ എഡിറ്റിംഗ് അവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ കറക്റ്റായിട്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ ലിറിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മലയാളം ടൈപ്പിൽ ഓരോ മോഡലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലേക്കും കൂടി ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഇത് അവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വലിയ റിസ്ക് ഒന്നുമില്ല അത് മേക്ക് ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തപോലത്തെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനായി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി നിലവിൽ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഓക്കെ, ബൈ.